പാകിസ്ഥാൻ വഴി സമാധാന പ്ലാൻ എത്തിച്ച് US. യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി പല വിട്ടുവീഴ്ചകൾക്കും US തയ്യാറാകുന്നുവെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഇറാൻ ഇത് തള്ളുകയും ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന് ഇറാൻ പറയുകയും ചെയ്യുന്നു. പാകിസ്ഥാനുമായി ഇറാൻ ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും അക്കാര്യം പാകിസ്ഥാനിലെ അംബാസിഡർ തന്നെ നിഷേധിച്ചിട്ടുണ്ടെന്നും ഇറാൻ പരമോന്നത നേതാവ് മുജതബ ഖമേനിയുടെ ഇന്ത്യയിലെ പ്രതിനിധി അബ്ദുൾ മജീദ് ഹക്കീം ഇലാഹി ടൈംസ് ഓഫ് ഇന്ത്യക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് ഇലാഹിയുടെ വെളിപ്പെടുത്തൽ. ഇറാൻ ഒരിക്കലും ആണവായുധം ഉണ്ടാക്കില്ലെന്നും ഇറാന്റെ പക്കൽ ആണവായുധമില്ലെന്നും അത് ഇറാന്റെ ലക്ഷ്യമല്ലെന്നും അദ്ദേഹം ആവർത്തിച്ചു. അതിനിടെ ഇറാൻ US ഇസ്രയേൽ യുദ്ധവിഷയത്തിൽ മധ്യസ്ഥത വഹിക്കുന്നതായി പാകിസ്ഥാൻ അവകാശപ്പെടുമ്പോഴും പാകിസ്ഥാന്റെ കാര്യത്തിൽ ഇറാന് അതൃപ്തിയുണ്ടെന്ന് സൂചന നൽകി ഉന്നത ഇന്റലിജൻസ് വൃത്തങ്ങൾ. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ പാകിസ്ഥാൻ നടത്തിയ ഏറ്റവും പുതിയ നീക്കം ഇറാനിൽ രൂക്ഷമായ പ്രതികരണങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. നിലവിലെ തർക്കത്തിലെ നിർണായക ഘട്ടത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായ കണക്കുകൂട്ടലുകളുള്ള ഡബിൾ ഗെയിമിന്റെ ഭാഗമായി ഇറാൻ വിലയിരുത്തുന്നതായി ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഹോർമുസ് വഴിയുള്ള എണ്ണക്കപ്പലുകളുടെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾക്ക് ശേഷം പാകിസ്ഥാന്റെ യഥാർത്ഥ കൂറിൽ ഇറാന് സംശയമുണ്ട്. നിലവിലെ പിരിമുറുക്കങ്ങൾക്കിടയിലും കടൽ മാർഗമുള്ള നിയന്ത്രണം കർശനമാക്കിയെങ്കിലും പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള സൌഹൃദ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഇറാൻ പരിമിതമായ പ്രവേശനം അനുവദിച്ചിരുന്നു. പാക് പതാക വഹിക്കുന്ന 10 കപ്പലുകൾക്ക് ഇതിന്റെ ഭാഗമായി സഞ്ചരിക്കാൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ ഇറാൻ പ്രവേശനം അനുവദിച്ച കപ്പലുകൾ US-ന് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കുകയോ ഏകോപിപ്പിക്കുകയോ ചെയ്തു. ഇതാണ് ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. നയതന്ത്ര മാർഗങ്ങൾ തുടർന്നും നിലനിർത്താനുള്ള ഇറാന്റെ സന്നദ്ധതയെ സൂചിപ്പിക്കുന്ന പ്രവൃത്തിയായി 10 കപ്പലുകൾക്ക് ഹോർമുസ് കടന്നുപോകാൻ അനുമതി ലഭിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുകയും ചെയ്തു. സുഹൃത്ത് രാജ്യത്തിന് നൽകിയ സഹായത്തെ പാകിസ്ഥാൻ ശത്രു രാജ്യത്തെ പരോക്ഷമായി സഹായിക്കുന്ന രീതിയിലേക്ക് മാറ്റിയെന്നാണ് ഇറാൻ വിലയിരുത്തുന്നത്. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കുന്നുവെന്ന വാർത്തകളെ ഇലാഹി തള്ളി. പാകിസ്ഥാനിലെ തങ്ങളുടെ പ്രതിനിധി ഇത് നേരത്തെ നിഷേധിച്ചതാണ്. പാകിസ്ഥാനുമായി ഒരു തരത്തിലുള്ള ചർച്ചകളും തങ്ങൾ നടത്തിയിട്ടില്ല. ഇന്ത്യക്ക് ഈ സംഘർഷം അവസാനിപ്പിക്കാൻ വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്നും ഇലാഹി വിശദീകരിച്ചു. യുദ്ധം ആരംഭിച്ചവർ അത് അവസാനിപ്പിക്കാൻ കൂട്ടാക്കുന്നില്ലെന്നും പകരം കൂടുതൽ ആയുധങ്ങൾ വിറ്റഴിക്കാനുള്ള അവസരമാണ് അവർ ഇതിനെ കാണുന്നതെന്നും എണ്ണവില വർദ്ധിപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യമെന്നും ഇലാഹി കുറ്റപ്പെടുത്തി. പാവപ്പെട്ട മനുഷ്യരെക്കുറിച്ചോ മറ്റു രാജ്യങ്ങളെക്കുറിച്ചോ അവർക്ക് ചിന്തയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവാകാൻ ട്രംപിനെ ക്ഷണിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദം ഇലാഹി പരിഹസിച്ച് തള്ളി. ഡൽഹിയിലെ കുട്ടികളിൽ ഒരാൾ പറഞ്ഞാണ് താൻ ഇക്കാര്യം അറിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധത്തെ തുടർന്ന് ഉടലെടുത്ത ഇന്ധന പ്രതിസന്ധി ഇന്ത്യ, ഫിലിപ്പീൻസ്, മലേഷ്യ, തായ്ലാന്റ് തുടങ്ങി നിരവധി രാജ്യങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ഈ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ യുദ്ധം ആരംഭിച്ചവരോട് അത് അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ് വേണ്ടത്. ഇറാനല്ല ഈ പ്രതിസന്ധിക്ക് ഉത്തരവാദിയെന്നും ഇലാഹി പറഞ്ഞു. ട്രംപിന്റെ യുദ്ധക്കൊതി 2 വയസ്സിൽ താഴെയുള്ള 270 കുഞ്ഞുങ്ങളുടെയും 175 പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനികളുടെയും ജീവനെടുത്തുവെന്നും മുതിർന്നവർ എത്ര പേർ കൊല്ലപ്പെട്ടുവെന്നതിൽ തനിക്ക് നിശ്ചയമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ടെഹ്റാനിലെ ഗാന്ധി ചിൽഡ്രൻ ആശുപത്രിയും സ്കൂളുകളും ചരിത്ര സ്മാരകങ്ങളും മോസ്കുകളും അമേരിക്കയും ഇസ്രയേലും ആക്രമിച്ചുവെന്നും ഇലാഹി വെളിപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.